ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടേം ഇവാലുവേഷൻ 2019 8th ചാപ്റ്റർ അഥവാ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. ഓക്കെ, അപ്പോൾ 2019 സോളിഡ്സ് എന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ചോദ്യം. ദ ലാറ്ററൽ ഫേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് ഗിവൺ ഇൻ ദ ഫിഗർ. ഒരു സമചതുര സ്തൂപികയുടെ ഒരു പാർശ്വമുഖമാണ് ചിത്രത്തിലുള്ളത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ബേസ് എഡ്ജ്? സ്തൂപികയുടെ പാദവക്കിൻ്റെ നീളം എത്രയാണ്? നമുക്കറിയാം, ഇങ്ങനത്തെ 4 ത്രികോണങ്ങൾ ഒരു സ്ക്വയറിൻ്റെ അറ്റത്ത് വെച്ചുകൊണ്ടാണ് നമ്മുടെ സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ബേസ് തന്നെയാണ് എന്തായിട്ട് വരുന്നതും നമ്മുടെ സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് ആയിട്ട് വരുന്നതും. അപ്പോൾ അത് എത്രയാണ്? 10. ഇനി ഫൈൻഡ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ പിരമിഡ് എന്ന് പറഞ്ഞാൽ, സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. L. ഓക്കെ, ഇതിനെ നമ്മൾ L എന്ന് പറയും, ഇതിനെ നമ്മൾ E എന്ന് പറയും, ഈ ബേസ് എഡ്ജിനെ നമ്മൾ A എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തില്ലേ? അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതാണ് ഇയും എല്ലും എയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു L സ്ക്വയർ പ്ലസ് A/2 ഹോൾ സ്ക്വയർ. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ആണ്. എൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. അപ്പോൾ 13ൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു L സ്ക്വയർ പ്ലസ് A 10 ആണല്ലോ. അപ്പോൾ 10ൻ്റെ പകുതി 5ൻ്റെ സ്ക്വയർ. 13ൻ്റെ സ്ക്വയർ കാണാൻ 13 × 13 169 കിട്ടും. 5ൻ്റെ സ്ക്വയർ 5 × 5 25 കിട്ടും. ഇനി ഈ പ്ലസ് 25നെ അപ്പുറം കൊണ്ടുപോകുക. അപ്പോൾ 169 മൈനസ് 25 വരും. 169 നമ്മൾ എന്ത് ചെയ്യണം? 25 മൈനസ് ചെയ്യണം. 9 5 പോയാൽ 4 കിട്ടും. 6 2 പോയാൽ 4 കിട്ടും. 144 കിട്ടും. ഓക്കെ, L സ്ക്വയർ 144 ആണെന്നുണ്ടെങ്കിൽ L എത്രയായിരിക്കും? റൂട്ട് 144 ആയിരിക്കും. 144ൻ്റെ റൂട്ട് എത്രയാണ് വരുന്നത്? അത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു റൂട്ടാണ് അല്ലേ, അല്ലെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സ്ക്വയറാണ്. എത്രയാണ്? 12 ആണ്. അപ്പോൾ ഇവിടുത്തെ സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ്? 12 ആണ്. ചെറിയ ഉയരം 12. രണ്ടാമത്തെ ചോദ്യം, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ ഈസ് 40 സ്ക്വയർ സെൻറ്റിമീറ്റർ. ദ സ്പിയർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 ഹെമിസ്ഫിയർ. ഒരു ഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് 40 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ഗോളത്തെ അർദ്ധഗോളങ്ങളായി മുറിക്കുന്നു. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ പ്ലെയിൻ സർഫസ് ഓഫ് ദ ഹെമിസ്ഫിയർ? ഈ ഹെമിസ്ഫിയറിൻ്റെ അർദ്ധഗോളത്തിൻ്റെ നിരപ്പായ മുഖത്തിൻ്റെ പരപ്പളവ് എന്താണെന്നാണ് ചോദ്യം. നിരപ്പായ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെമിസ്ഫിയറിനെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ലേ, ഹെമിസ്ഫിയറിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കർവ്ഡ് സർഫസും ഉണ്ടാവും, പിന്നെ അതിൻ്റെ താഴെ ഒരു സർക്കിൾ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് നിരപ്പായ മുഖം എന്ന് പറയുന്നത്. അത് സർക്കിളാണ്. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ കണ്ടാൽ മതി നമുക്ക് ശരിക്കും. ഓക്കെ, അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ സ്ഫിയർ തന്നിട്ടുണ്ട്, അത് 40 ആണ്. എന്താണ് സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ ഇക്വേഷൻ? 4πr². ഓക്കെ, സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ തന്നിട്ടുണ്ട്. ഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് 40 ആണ്. അത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 4πr² ആണ്. അപ്പോൾ 4πr² = 40 ആണ്. ഈ 4നെ അപ്പുറം കൊണ്ടുപോവുക. അപ്പോൾ πr² = എന്ത് കിട്ടും? 40/4 10 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് എന്ത്? പ്ലെയിൻ സർഫസ്, ഒരു ഹെമിസ്ഫിയറിൻ്റെ പ്ലെയിൻ സർഫസിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഏരിയ ഓഫ് പ്ലെയിൻ സർഫസ് ഓഫ് ഹെമിസ്ഫിയർ, അർദ്ധഗോളത്തിൻ്റെ നിരപ്പായ മുഖത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? πr² തന്നെയാണ്. അപ്പോൾ നമുക്ക് 10 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി ഏരിയ ഓഫ് ദ പ്ലെയിൻ സർഫസ് നമുക്ക് 10 സ്ക്വയർ കിട്ടി. ഇനി വാട്ട് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ? എന്താ ഹെമിസ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ? അത് 3πr² ആണ്. അത് ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. എന്താ? 3πr². അർദ്ധഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് 3πr². അതിൽ πr² 10 കിട്ടി അല്ലേ. അപ്പോൾ 3 × 10 എത്ര കിട്ടും? 30 കിട്ടും. അപ്പോൾ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എത്രയാണ്? 30. ഇനി what is the ratio between surface area of hemisphere and sphere having the what is the ratio between the surface area of hemisphere and sphere? ഹെമിസ്ഫിയറിൻ്റെയും സ്ഫിയറിൻ്റെയും സർഫസ് ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരേ ആരമുള്ള ഒരു അർദ്ധഗോളത്തിൻ്റെയും ഗോളത്തിൻ്റെയും ഉപരിതല പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം. സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ, സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ. ഓക്കെ, 3πr² 4πr² ആണ്. റേഡിയസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിറ്റ്വീൻ ദ സർഫസ് ഏരിയ ഹാവിങ് സെയിം റേഡിയസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൈയും കോമൺ ആണ്, ആറും കോമൺ ആണ്. അപ്പോൾ r² കോമൺ ആയി. ബാക്കി ആരുണ്ടാവുക? 3:4 മാത്രമേ ഉണ്ടാവുള്ളൂ. പൈ കോമൺ ആയതുകൊണ്ട് അത് ക്യാൻസലായി. 6 സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സെയിം റേഡിയസ്. അപ്പോൾ r² സെയിം ആവും. അപ്പോൾ പൈയും ക്യാൻസലായി, r² ക്യാൻസലായി. ബാക്കി ആരുണ്ടാവുക? 3:4. അപ്പോൾ എത്രയാണ്? 3:4 ആണ് അതിൻ്റെ റേഷ്യോ വരിക.
ഓക്കെ. അടുത്തത് ലെങ്ത് ഓഫ് എ സോളിഡ് മെറ്റൽ കോൺ ഈസ് 12 സെൻറ്റിമീറ്റർ, ഇറ്റ്സ് റേഡിയസ് ഈസ് 9 സെൻറ്റിമീറ്റർ. ലോഹം കൊണ്ടുള്ള കട്ടിയായ ഒരു വൃത്തസ്തൂപികയുടെ ഉയരം 12, ലെങ്ത് അല്ല ഹൈറ്റ്. ഇവിടെ റെക്കോർഡിങ്ങിൻ്റെ ഒരു സിമ്പിൾ വരുന്നതുകൊണ്ടാണ് കാണാത്തത് കേട്ടോ. ഹൈറ്റ് ഓഫ് എ സോളിഡ് മെറ്റൽ കോൺ ഈസ് 12 സെൻറ്റിമീറ്റർ, ഇറ്റ്സ് റേഡിയസ് 9 സെൻറ്റിമീറ്റർ. ലോഹം കൊണ്ടുള്ള കട്ടിയായ ഒരു വൃത്തസ്തൂപികയുടെ ഉയരം 12 സെൻറ്റിമീറ്ററും ആരം 9 സെൻറ്റിമീറ്ററുമാണ്. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ കോൺ. സ്തൂപികയുടെ വ്യാപ്തം കാണണം. എന്താ സ്തൂപികയുടെ വ്യാപ്തം കാണാൻ ലൊക്കേഷൻ 1/3 πr²h. πr²h റേഡിയസ് നമുക്ക് വേണം. റേഡിയസ് ഇവിടെ ഉണ്ട് 9 ആണ്. എച്ചും തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. അതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. 1/3 × π × 9² × 12 എന്ന് വരും. ഓക്കെ. 9² എന്ന് പറഞ്ഞാൽ 81 ആണ്. 81 അപ്പോൾ 1/3 × π × 9ൻ്റെ സ്ക്വയർ എത്രയാണ്? 81 × 12. ഒന്നെങ്കിൽ 81നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 12നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഞാനിവിടെ 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 12/3 എത്രയാണ്? 4. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 81 × 4 π എന്ന് വരും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 4 4, 4 8 32, 324 π എന്ന് വരും. ഓക്കെ. എത്രയാണ് വരിക? 324 π cm². ഇതാണ് വോളിയം വരുന്നത്. ഇനി ഹൗ മെനി സ്പിയേഴ്സ് ഓഫ് റേഡിയസ് 1 ക്യാൻ ബി മെയ്ഡ് ബൈ മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് ദ കോൺ. ഇത് ഉരുക്കി 1 സെൻറ്റിമീറ്റർ ആരമുള്ള ഗോളങ്ങൾ ഉണ്ടാക്കിയാൽ എത്ര ഗോളങ്ങൾ കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഈ എണ്ണം കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്തിൽ നിന്നാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ വ്യാപ്തം ഡിവൈഡർ ബൈ എന്താണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ വ്യാപ്തം. ഇവിടെ എന്തെന്നാണ് ഉണ്ടാക്കുന്നത്? കോണ്, സ്തൂപികയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വോളിയം ഓഫ് കോണ് അഥവാ വൃത്തസ്തൂപികയുടെ വ്യാപ്തം. ഓക്കെ. വൃത്തസ്തൂപികയുടെ വ്യാപ്തം ഞാൻ എഴുതിയിട്ടില്ല, അത് ഞാനിവിടെ കൊടുക്കും. മലയാളം ഞാൻ എഴുതിയിട്ടില്ല, മലയാളം പറയാണ് കേട്ടോ. വോളിയം ഓഫ് കോൺ വൃത്തസ്തൂപികയുടെ വ്യാപ്തം. പിന്നെ എന്താ ഉണ്ടാക്കണത്? സ്പിയർ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗോളത്തിൻ്റെ വ്യാപ്തം. വൃത്തസ്തൂപികയുടെ വ്യാപ്തം നമ്മൾ നേരത്തെ കണ്ടെത്തിയാണ്. ഞാൻ വെട്ടിക്കളയാൻ സുഖത്തിന് അല്ലെങ്കിൽ വെട്ടിക്കളയാൻ പറ്റുന്ന നമ്പറുകൾ ഉണ്ടോ എന്ന് അറിയാനാണ് വീണ്ടും ആ ഇക്വേഷൻ തന്നെ ഇവിടെ കൊടുത്തത്. 1/3 × πr²h ആണ്. അപ്പോൾ 6 9 ആണ്. 9 × 9 × 12 വരും. ഇനി വോളിയം, സ്പിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. ഞാൻ ഇക്വേഷൻ എഴുതിയിട്ടില്ല, ഡയറക്റ്റ് വാല്യൂ കൊടുത്തിട്ടാണ്. ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. 4/3 πr³ ആണ്. അപ്പോൾ 4/3 × π × r എത്രയാണ്? റേഡിയസ് 1 ആണ്. 1 × 1 × 1 ഓക്കെ. നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന നമ്പറുകളൊക്കെ കട്ട് ചെയ്ത് കളയാം. പൈയും പോകും. ഓക്കെ. ബാക്കി നമ്മളുടെ കയ്യിൽ 1/3 × 972. എങ്ങനെ 972 വന്നു വെച്ച് കഴിഞ്ഞാൽ 9 × 9 = 81. ആ 81നെ നമ്മൾ 12 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 1 2 2, 1 8 2 16, 1 1 1 8 കണ്ടോ, 2 7 9, 972 വരും. ഓക്കെ. അപ്പോൾ 1/3 × 972 ഡിവൈഡർ ബൈ 4/3 എന്ന് വരും. ഓക്കെ. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഡിവിഷൻ, ഫ്രാക്ഷൻ നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 972 972 ആണ്. /3 ഹരണം ഇൻറ്റു ആവും. 4/3 എന്താവും? 3/4 ആവും. അപ്പോൾ ഇത് രണ്ടും എന്തായി പോവും? ക്യാൻസലായി പോവും. ഇനി 972നെ നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഞാനിവിടെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, നോക്കിക്കോട്ടോ. 9ൽ എത്ര 4 ഉണ്ട്? 2 എണ്ണം. 1 4 4, 24 8. 9ൽ നിന്ന് 8 പോയാൽ 1 കിട്ടും. 7നെ ഇറക്കിയത് 17, 4 16, 4 4 16 ആണ് അല്ലേ. 17ൽ നിന്ന് 16 പോയാൽ 1, 2നെ ഇറക്കിയത് 12, 3 4 12. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാക്കാം? 243 എണ്ണം ഉണ്ടാക്കാം. എത്ര എണ്ണം ഉണ്ടാക്കാം? 243 എണ്ണം ഉണ്ടാക്കാം. അടുത്ത് radius of a cone is 30 centimeter and its height 40 centimeter. Okay, radius of cone is 30 centimeter and its height is 40 centimeter. ഒരു വൃത്തസ്തൂപികയുടെ പാദ ആരം, റേഡിയസ് ഓഫ് കോൺ ആണ് കേട്ടോ. പാദ ആരം 30 സെൻറ്റിമീറ്ററും ഉയരം 40 സെൻറ്റിമീറ്ററും. വാട്ട് ഈസ് ദ ബേസ് പെരിമീറ്റർ ഓഫ് ദ കോൺ? സ്തൂപികയുടെ പാദ ചുറ്റളവ് എന്താണ്? പാദ ചുറ്റളവ് റേഡിയസ് തന്നിട്ടുണ്ട് 30 ആണ്. ഹൈറ്റ് 40 ആണ് തന്നിട്ടുണ്ട്. ബേസ് പെരിമീറ്റർ എന്ന് പറയുന്നത്, കോണിൻ്റെ ബേസ് എന്ന് പറയുന്നത് സർക്കിൾ അല്ലേ. അപ്പോൾ സർക്കിളിൻ്റെ പെരിമീറ്റർ കണ്ടാൽ മതി. ഓക്കെ. അതെന്താ? 2πr. അപ്പോൾ 2πr എന്ന് വരുമ്പോൾ 2 × π × r എത്രയാണ്? 30 ആണ് അല്ലേ. 30 × 2 60 ആണ്. അപ്പോൾ 60 π എന്ന് വരും.
ഇനി വാട്ട് ഈസ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയാണ് കാണേണ്ടത്. കർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ പൈ ആർ എൽ ആണ്. അതിന് എൽ ഇവിടെ തന്നിട്ടില്ല, നമ്മുടെ കയ്യിൽ ആറും എച്ചും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആറും എച്ചും എല്ലും തമ്മിൽ നമുക്കൊരു റിലേഷൻ ഉണ്ട്. എന്താ? എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. അത് വെച്ചിട്ട് നമ്മൾ എല്ല് കാണണം. 6 30 എച്ച് 40. അപ്പോൾ 30ൻ്റെ സ്ക്വയറും 40ൻ്റെ സ്ക്വയറും. 30 × 30 3 × 3 9. അപ്പോൾ 900. 40 4 × 4 16. അപ്പോൾ 1600. ഇനി 1600ക്ക് 900 കൂട്ടുമ്പോൾ 16ക്ക് 9 കൂട്ടിയാണ് 2 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? 1600 ഇല്ല, ഇങ്ങനെ നോക്കിക്കോ. 1600ക്ക് 400 കൂട്ടിയാൽ 2000 ആയി. ബാക്കി ഇനി 5 ഉള്ളത് 500 ഉള്ളത്. അപ്പോൾ 2500. എൽ സ്ക്വയർ 2500 ആണെന്നുണ്ടെങ്കിൽ എൽ എത്രയാ? റൂട്ട് 2500. അപ്പോൾ നോക്കിയാൽ മക്കളെ 2 0 അല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു 0 റൂട്ടിൽ ഉണ്ടാവുക. ഇനി 25 എന്തിൻ്റെ റൂട്ടാ? 5ൻ്റെ റൂട്ട്. അപ്പോൾ 50. അപ്പോൾ എൽ എത്രയാ? 50. ഇനി എൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ആരെ കാണാം? കർവ്ഡ് സർഫസ് ഏരിയ കാണാം. പൈ ആർ എൽ. പൈ ആർ 30 എൽ 50. 30 × 50 എത്രയാ? 13 15 1500. അപ്പോൾ 1500 പൈ എന്ന് കിട്ടും. എത്ര കിട്ടും? 1500 പൈ എന്ന് കിട്ടും. ഓക്കെ. 5ാമത്തെ ചോദ്യം. എൽ സ്ക്വയർ മൈനസ് എ ബൈ 2 ഹോൾ സ്ക്വയർ എൽ സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ ആർ ദ കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? ഈ തന്നിട്ടുള്ളത് ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ 3 പദങ്ങളാണ്. പൊതുവ്യത്യാസം എന്താണെന്നാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ പൊതുവ്യത്യാസം ഓക്കെ മക്കളെ. ഇവിടെ ഫസ്റ്റ് ടേം എൽ സ്ക്വയർ മൈനസ് എ ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. രണ്ടാമത്തേൽ എ ബൈ 2 ഹോൾ സ്ക്വയർ ഇല്ല. മൂന്നാമത്തേൽ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. കോമൺ ഡിഫറൻസ് കൂട്ടി പോലെ ചെയ്യാം. അപ്പോൾ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ടേം കമ്പയർ ചെയ്താൽ തന്നെ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. ഫസ്റ്റ് ടേമുക്ക് കോമൺ ഡിഫറൻസ് കൂട്ടിയപ്പോൾ അത് വെറും എൽ സ്ക്വയർ ആയി. രണ്ടാമത്തെ ടേമായ എൽ സ്ക്വയറിലേക്ക് പിന്നെ ആരെയോ കൂട്ടുക? കോമൺ ഡിഫറൻസിനെയാണ് കൂട്ടുക. അപ്പോൾ അവിടുത്തെ കോമൺ ഡിഫറൻസ് ആരാണ്? എ ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ. അപ്പോൾ അവിടുത്തെ കോമൺ ഡിഫറൻസ് ആരാണ്? എ ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം അല്ലേ? ഒരു സമതല സ്തൂപികയുടെ ചെരുവുയരം എൽ, പാദവക്കിൻ്റെ നീളം എയും ആയാൽ അതിൻ്റെ പാർശ്വക്കിൻ്റെ നീളം എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താ? ഇ സ്ക്വയർ. പാർശ്വക്കല്ല നമ്മോട് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ഇറ്റ്സ് ഹൈറ്റ് ആണ്. ഉയരം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എച്ച് കാണണമെന്നുണ്ടെങ്കിൽ ആര് വേണം? എല്ല് വേണം. എച്ച് കാണണമെന്നുണ്ടെങ്കിൽ ആര് വേണം? എല്ല് വേണം. അപ്പോൾ ആദ്യം എല്ല് കണ്ടുപിടിക്കാനുള്ള പരിപാടി കേട്ടോ. ഞാൻ ഇതിനപ്പുറത്ത് കിട്ടും. ഇ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. പാർശ്വക്കിൻ്റെ നീളമാണ് ചോദിച്ചിട്ടുള്ളത്. അതിനുശേഷം ഹൈറ്റും വേണം കേട്ടോ. ലാറ്ററൽ എഡ്ജിൻ്റെ നീളം ആദ്യം കാണണം. അപ്പോൾ ലാറ്ററൽ എഡ്ജ് കണ്ടു എന്താ? ഇ ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ. അടുത്ത് എൽ സ്ക്വയർ വെച്ചിട്ടാണ് നമുക്ക് ആരെ കാണാൻ പറ്റുക? ഉയരം എച്ച് കാണാൻ പറ്റുക. എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. അതിൽ നിന്ന് എച്ച് സ്ക്വയർ കാണാൻ ഈ എ ബൈ 2 ഹോൾ സ്ക്വയറിനെ അപ്പുറം കൊണ്ടുവരുമ്പോൾ മൈനസ് എ ബൈ 2 ഹോൾ സ്ക്വയർ ആയി. അപ്പോൾ ഈ എച്ച് കാണാൻ ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഇ കിട്ടി. ഇ എന്താ? റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ഇ ബൈ 2 ഹോൾ സ്ക്വയറും വരും. എച്ച് എന്താ? എൽ സ്ക്വയർ മൈനസ് എ ബൈ 2 ഹോൾ സ്ക്വയറും വരും. ഓക്കെ. ഇനി എച്ച് സ്ക്വയർ എൽ സ്ക്വയർ ഫോം ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഓക്കെ. നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ? എങ്ങനെയത് സമാന്തര ശ്രേണി ആയത് നോക്കിയാൽ നമ്മളുടെ ടേമിൽ എൽ സ്ക്വയർ മൈനസ് എ ബൈ 2 ആണ്. ഇത് എച്ച്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ആകുമ്പോൾ റൂട്ട് പോകൂലേ അല്ലേ? ഇനി എൽ സ്ക്വയർ, അടുത്തത് എൽ സ്ക്വയർ, പിന്നെ ആരാ? എച്ച് സ്ക്വയർ. പിന്നെ ആരാ? ഇ സ്ക്വയർ അല്ലേ? ഈ സ്ക്വയർ നോക്കിയാൽ ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് പോകൂലേ? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് ഇതിലില്ല. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു. എന്തായിരുന്നു? എൽ സ്ക്വയർ മൈനസ് എ ബൈ 2 ഹോൾ സ്ക്വയർ, പിന്നെ എൽ സ്ക്വയർ, പിന്നെ എന്തായിരുന്നു? എൽ സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയറിൻ്റെ ഹോൾ സ്ക്വയർ. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് നോക്കി നിങ്ങൾ. എച്ച് സ്ക്വയർ എന്താ? എച്ച് ഇതാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് എന്താവും? ക്യാൻസൽ ചെയ്താൽ എച്ച് സ്ക്വയർ ഇവിടെ ഉണ്ട്. എൽ സ്ക്വയർ മൈനസ് എ ബൈ 2 ഹോൾ സ്ക്വയർ ഫസ്റ്റ് ടൈം ആയില്ലേ? എൽ സ്ക്വയർ തന്നെ. പിന്നെ ഇ സ്ക്വയർ എന്താ? എൽ സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിനെങ്ങനെ കൊടുത്തൂടെ? എച്ച് സ്ക്വയർ, ഫസ്റ്റത്തത് എച്ച് സ്ക്വയർ, പിന്നെ എൽ സ്ക്വയർ, പിന്നെ ഇ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എച്ച് സ്ക്വയറും എൽ സ്ക്വയറും ഇ സ്ക്വയറും എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ടേംസ് ആണെന്ന് പറയാം. അതാണ് ഞാനിവിടെ ഇപ്പോൾ എഴുതിയത്.
ഓക്കെ. അപ്പോൾ √15 ഇതെന്താണ് ഹൈറ്റ്, പിന്നെ ഇത് ലാറ്ററൽ എഡ്ജ്. അപ്പോൾ h² √15 L² പിന്നെ മറ്റേ എന്താ √19 ഓക്കെ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യണം 15ൻ്റെ √5 L² 19. ഓക്കെ. ഇനി L² = 17 വരും. എങ്ങനെ മക്കളെ L² = 17 എന്ന് മനസ്സിലായോ? നോക്കിയാ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 19. നമുക്ക് കോമൺ ഡിഫറൻസ് കാണാമല്ലോ അല്ലേ? കോമൺ ഡിഫറൻസ് എങ്ങനെ കാണാം? 19 - 15 ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇത് മൂന്നാമത്തെ ടേമും അത് ഒന്നാമത്തെ ടേമും. ഇനി 19 - 15 പോയാൽ എത്രയാ? 4. 3 - 1 പോയാൽ എത്രയാ? 2. 4/2 എത്രയാ? 2. ഇതാണ് കോമൺ ഡിഫറൻസ്. ഓക്കെ. അപ്പോൾ കോമൺ ഡിഫറൻസ് 2 ആകുമ്പോൾ 15ക്ക് 2 കൂട്ടിയാൽ 17, 17ക്ക് 2 കൂട്ടിയാൽ 19. കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് വെച്ചുകൊണ്ട് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടു. 19 - 15 ഡിവൈഡഡ് ബൈ 3 - 1. 19 - 15 പോയാൽ 4 ആണ്, 3 - 1 പോയാൽ 2 ആണ്, 4/2 2 കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ 15ക്ക് 2 കൂട്ടിയാൽ 17, അതല്ലേ നമ്മുടെ L². അപ്പോൾ L² എത്രയാണ്? 17. അപ്പോൾ L എത്രയാ? √17. ഓക്കെ. അപ്പോൾ L എത്രയാ? √17. അടുത്ത് A circular sheet of radius 36 cm is divided into 2 sectors. Central angle of one sector is 120 degree. The sector are rolled up into cones. ആരം 36 സെൻറ്റിമീറ്റർ ആയ ഒരു വൃത്തത്തകിടിനെ 2 വൃത്താംശങ്ങളായി മുറിക്കുന്നു. അവയിൽ ഒരു വൃത്താംശത്തിൻ്റെ കേന്ദ്രകോൺ 120. ഇവ വളച്ച് വൃത്തസ്തൂപികൾ ഉണ്ടാക്കുന്നു. വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ? കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് ആണ് ചോദിച്ചത്. വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ? കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് ആണ് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. 4 ക്വസ്റ്റ്യൻസ് ആണല്ലോ കേട്ടോ. അപ്പോൾ ആദ്യം വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ? നമുക്ക് L തന്നിട്ടുണ്ട് അല്ലേ? റേഡിയസ്, സർക്കിളിൻ്റെ റേഡിയസ് ആണ് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ പഠിച്ചതാണ്. സർക്കിളിൻ്റെ റേഡിയസിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറയും. ഈ ക്യാപിറ്റൽ ലെറ്റർ R ആർക്ക് ഈക്വൽ ആണ്? സ്ലാൻഡ് ഹൈറ്റിന് ഈക്വൽ ആണ്. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് ഒറ്റയടിക്ക് തന്നെ നമുക്ക് കിട്ടി 36 ആണ് അല്ലേ? സർക്കിൾ ഷീറ്റ് ഓഫ് റേഡിയസ് 36 ആണോ? ആരം 36 സെൻറ്റിമീറ്റർ ആയ വൃത്തത്തകിട്. അപ്പോൾ വൃത്തത്തിൻ്റെ ആരത്തിനെയാണ് നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് 36. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ? സെൻട്രൽ ആംഗിളുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റത്തെ സെൻട്രൽ ആംഗിൾ 120 ആണ്. രണ്ടാമത്തെ കാണാനും 360 120 മൈനസ് ചെയ്താൽ മതി. ആണോ? ഒരു വൃത്തത്തകിടിനെ 2 ആക്കിയിട്ട് മുറിക്കുമ്പോൾ 2 ആംഗിളുകൾ, ഈ സെൻട്രൽ ആംഗിളുകൾ കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 300. സെൻട്രൽ ആംഗിൾ കംപ്ലീറ്റ് നമുക്ക് വരുന്നത് എത്രയാണ്? 360. അതിൽ ഒരാൾ 120 ആണെന്നുണ്ടെങ്കിൽ മറ്റേ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 360 120 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 0 നിന്ന് 0 പോയാൽ 0, 6 നിന്ന് 2 പോയാൽ 4, 3 നിന്ന് 1 പോയാൽ 2, കണ്ട 240. അങ്ങനെയാണ് ഇവിടെ x 240 കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതിനെ റേഷ്യോ കാണാനും വേണ്ടിയിട്ട് ഞാൻ അതിനെ ഭിന്നസംഖ്യ രൂപത്തിലോട്ട് മാറ്റി. 0 0 വെട്ടി പോവും. 12നെ 12 ഡിവൈഡ് ചെയ്യുമ്പോൾ 1. 24 എത്ര 12 ഉണ്ട്? 2. അപ്പോൾ 1/2 എന്ന് കിട്ടും കേട്ടോ. 1/2 എന്ന് പറഞ്ഞാൽ 1:2. അപ്പോൾ സെൻട്രൽ ആംഗിളുകൾ നമ്മൾ റേഷ്യോ കിട്ടിയ എത്രയാണ്? 1:2 ആണ്. ഇനി ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ഈച്ച് കോൺ. രണ്ടിൻ്റെ റേഡിയസ് കാണണം. അപ്പോൾ ആദ്യം ഒന്നാമത്തെ കാണാണ്. R1 ബൈ ക്യാപിറ്റൽ ലെറ്റർ R = x1/360 അല്ലേ? അപ്പോൾ അത് ഞാൻ ചെയ്തു. R1 ആണ് നമുക്ക് കാണേണ്ടത്. ക്യാപിറ്റൽ ലെറ്റർ R 36 ആണ് റേഡിയസ്. x1 120 ആണ്. ഇതിനെ ഞാൻ കട്ട് ചെയ്തു. 0 0. 12നെ 1 കൊണ്ട് 12 കൊണ്ട് കട്ട് ചെയ്തപ്പോൾ 1. 36ൽ 3 12 ഉണ്ട്. ഓക്കെ. ഇത് വേറെ രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒന്നെങ്കിൽ 36നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യാം. ഇവിടെ വേറെ രീതി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടി സിമ്പിളാവും കേട്ടോ. 0 0 വെട്ടി. പിന്നെ 12/36 അല്ലേ? 36നെ വെട്ടിയാണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ എന്തുകൊണ്ട് 36നെ വെട്ടാതിരുന്നതിനെ കണ്ടപ്പോഴാണ് ഓർത്ത്. ഈ 36നെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ താഴെ മേലെ 36 ആയില്ലേ? അപ്പോൾ ഈ 36കൾ ക്യാൻസലായി പോകും. ബാക്കി എത്രയുണ്ട്? 12. അപ്പോൾ ഒന്നാമത്തെ റേഡിയസ് 12 ആണെന്നുണ്ടെങ്കിൽ അടുത്ത എത്രയായിരിക്കും? 24 ആയിരിക്കും. ഇക്വേഷൻ ഇട്ട് കൊടുത്ത് ചെയ്യണമെന്നൊന്നുമില്ല. ഇവിടെ ഇക്വേഷൻ ഇട്ടിട്ടുണ്ട്. ഇക്വേഷൻ ഇട്ട് കൊടുത്ത് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം എന്താ? R1 R2 എന്ന് പറയുന്നതും x1 x2 എന്ന് പറയുന്നതും ഒക്കെ സെയിം ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതും 1:2 തന്നെയാണ് വരിക. കാരണം ഒക്കെ ഒരൊറ്റ സർക്കിളിലല്ലേ? അപ്പോൾ ഇത് R1 12 വെട്ടി. R2 കാണാനും അതേപോലെ തന്നെ നമ്മൾ ചെയ്യാം കേട്ടോ. ഓക്കെ. 0 0 വെട്ടി പോവും. ഈ 36നെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 36 എന്തായി പോവും? വെട്ടി പോവും. ബാക്കി 24. ഇനി റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. 12:24 1:2. റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ എന്ത് തന്നെയാണ്? 1:2 തന്നെയാണ് വരുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് 2019 ചോദിച്ചിട്ടുണ്ടായിരുന്നത്.
ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.